അമൃതഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിനോദസഞ്ചാര മേഖലയിൽ ആഡംബര കപ്പൽ ടൂറിസത്തിന്റെ പുതിയ സാധ്യതകൾ തേടി ക്രൂയിസ് ഭാരത് മിഷൻ. വിനോദസഞ്ചാരികൾക്ക് അവിസ്മരണീയമായ യാത്രാനുഭവമൊരുക്കാനും ഇന്ത്യയെ ആഡംബര കപ്പൽ ടൂറിസത്തിന്റെ ആഗോള കേന്ദ്രമായി മാറ്റാനും ലക്ഷ്യമിടുന്ന കേന്ദ്ര പദ്ധതിയാണ് ക്രൂയിസ് ഭാരത് മിഷൻ. മിഷന്റെ ഭാഗമായി നിർമ്മിച്ച മുംബൈയിലെ പുതിയ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനലിന്റെ പ്രവർത്തനോദ്ഘാടനം കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ നിർവഹിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനലായ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ക്രൂയിസ് ടൂറിസത്തിന് പുതിയ ഉണർവേകുമെന്നാണ് പ്രതീക്ഷ. പുരാതന കാലം മുതൽ ഇന്ത്യയിലെ ജലഗതാഗതം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു. നദികൾ, കനാലുകൾ, കായലുകൾ, അരുവികൾ എന്നിവയ്ക്കു പുറമെ കടലുകളിലൂടെയും സമുദ്രങ്ങളിലൂടെയും പ്രവേശിക്കാവുന്ന ഒരു നീണ്ട തീരപ്രദേശം ഉൾപ്പെടുന്ന വിപുലമായ ജലപാതകളുടെ ശൃംഖല തന്നെ ഇന്ത്യക്കുണ്ട്. രാജ്യത്തിന്റെ അന്തർദേശീയ ജലഗതാഗത മേഖല അതിവേഗം പുരോഗമിക്കുന്നു. ക്രൂയിസ് ടൂറിസത്തിൽ വലിയ സാധ്യതകൾ കൂടിയാണ് ഈ പ്രകൃതിദത്ത പാതകൾ ഇന്ത്യക്ക് തുറന്നു നൽകുന്നത്. പടിഞ്ഞാറും കിഴക്കും 7500 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശത്ത് 12 പ്രധാന തുറമുഖങ്ങളും 200 ചെറുകിട തുറമുഖങ്ങളും ഏകദേശം 400 നദികളെ ബന്ധിപ്പിക്കുന്ന 2000 കിലോമീറ്ററിലധികം നീളമുള്ള സഞ്ചാരയോഗ്യമായ 110 ജലപാതകളുടെ ശൃംഖല രാജ്യത്തുണ്ട്. 2024 സെപ്റ്റംബർ 30 മുംബൈ തുറമുഖത്ത് നിന്നാണ് ക്രൂയിസ് ഭാരത് മിഷൻ ആരംഭിച്ചത്. ക്രൂയിസ് ടൂറിസത്തിന്റെ ആഗോള കേന്ദ്രമായി മാറ്റുകയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. 2024 ഒക്ടോബർ 1 മുതൽ 2029 മാർച്ച് 31 വരെ 3 ഘട്ടങ്ങളായാണ് ക്രൂയിസ് ഇന്ത്യ മിഷൻ നടപ്പിലാക്കുക. രാജ്യത്തെ ക്രൂയിസ് ടൂറിസത്തിന്റെ വമ്പിച്ച സാധ്യതകൾ ഉപയോഗപ്പെടുത്തി 5 വർഷത്തിനുള്ളിൽ ക്രൂയിസ് യാത്രക്കാരുടെ എണ്ണം ഇരട്ടിയാക്കാനാണ് മിഷൻ ലക്ഷ്യമിടുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ക്രൂയിസ് യാത്രക്കാരുടെ എണ്ണം 4.71 ലക്ഷമായിരുന്നു. ക്രൂയിസ് മേഖലയെ നിയന്ത്രിക്കുന്ന നയം, നിയന്ത്രണം, മറ്റ് വശങ്ങൾ എന്നിവയിൽ ഇടപെടലുകൾ നടത്തുന്നതിനും കസ്റ്റംസ്, ഇമിഗ്രേഷൻ, CISF, സംസ്ഥാന ടൂറിസം വകുപ്പുകൾ, സംസ്ഥാന സമുദ്ര ഏജൻസികൾ, ജില്ലാ ഭരണകൂടങ്ങൾ, ലോക്കൽ പോലീസ് തുടങ്ങിയ എല്ലാ നിയന്ത്രണ ഏജൻസികളുടെയും ഉത്തരവാദിത്തപരമായ പങ്കാളിത്തം പ്രാപ്തമാക്കുന്നതിനുള്ള അന്തർ മന്ത്രാലയ സമീപനത്തിനുള്ള ഒരു ചട്ടക്കൂട് ക്രൂയിസ് ഭാരത് മിഷൻ നൽകുന്നു. ഇന്ത്യയിൽ 5000 കിലോമീറ്ററിലധികം ജലപാതകളിലൂടെ 1.5 ലക്ഷത്തിലധികം നദീ ക്രൂയിസ് യാത്രക്കാരെ എത്തിക്കുന്നതിനും ഈ മിഷൻ സഹായിക്കും. മാരിടൈം ഇന്ത്യ വിഷൻ 2030 സമുദ്ര തീരദേശ ക്രൂയിസ്, ദ്വീപ് അടിസ്ഥാന സൗകര്യ വികസനം, നദീ ഉൾനാടൻ ക്രൂയിസ് തുടങ്ങിയ മേഖലകളിൽ ഇടപെടൽ നടത്തുന്നു. കൂടാതെ ക്രൂയിസ് ടൂറിസം വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ടെർമിനലുകളിൽ കാർഗോ കപ്പലുകളേക്കാൾ ക്രൂയിസ് കപ്പലുകൾക്ക് ബർത്തിംഗ് മുൻഗണന നൽകും. സ്റ്റാൻഡേർഡ് പോർട്ട് ചാർജുകളും നാമമാത്ര യാത്രാ നികുതിയുമുള്ള ഒരു യുക്തിസഹമായ താരിഫ് ഘടന അവതരിപ്പിച്ചു. അതിൽ ഇളവുകളും വാഗ്ദാനം ചെയ്യുന്നു. കൂടുതൽ ക്രൂയിസ് ട്രാഫിക് ആകർഷിക്കുന്നതിനായി ഓസ്റ്റിംഗ് ചാർജുകൾ ഒഴിവാക്കി. വിദേശ ക്രൂയിസ് കപ്പലുകൾക്ക് കമ്പോട്ടേജ് നിയമങ്ങൾ ഒഴിവാക്കി. ആഭ്യന്തര സർവീസുകൾ നടത്താനുള്ള അനുമതിയും നൽകി. വിസ, വിസ ഓൺ അറൈവൽ സൗകര്യങ്ങൾ നീട്ടി. തീരദേശ റൂട്ടുകളിലേക്ക് മാറുന്ന വിദേശ കപ്പലുകൾക്ക് IGST ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ക്രൂയിസ് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പങ്കാളികൾക്കും ഒരു ഏകീകൃത മാർഗരേഖ നടപ്പിലാക്കിയിട്ടുണ്ട്. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ റിവർ ക്രൂയിസ് ടൂറിസം വ്യവസായം അതിവേഗ വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനലായ മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലിൽ നിന്നുള്ള ക്രൂയിസ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പോയ വാരം നിർവഹിച്ചു. ക്രൂയിസ് ഭാരത് മിഷന് കീഴിൽ നിർമ്മിച്ച MICT ഏറ്റവും പുതിയ ആഗോള മാനദണ്ഡങ്ങൾക്കനുസൃതമായി അത്യാധുനിക സൗകര്യങ്ങളോടെ വികസിപ്പിച്ചെടുത്ത ക്രൂയിസ് ടെർമിനലാണ്. ഇന്ത്യയിലെ ക്രൂയിസ് ടൂറിസം വികസിപ്പിക്കുന്നതിൽ ഇത് ഒരു മുൻനിര പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 4,15,000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തൃതിയുള്ള MICT ബലാഡ് പിയറിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആദ്യ 2 നിലകളിലായി 72 ചെക്ക്-ഇൻ, ഇമിഗ്രേഷൻ കൗണ്ടറുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. MICTക്ക് പ്രതിവർഷം 10 ലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ കഴിയും.
11 മീറ്റർ ഡ്രാഫ്റ്റും 300 മീറ്റർ നീളവുമുള്ള 5 കപ്പലുകളും ഒരേ സമയം കൈകാര്യം ചെയ്യാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വിപുലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പുതിയ ക്രൂയിസ് സർവീസ് ആരംഭിച്ചതിനെക്കുറിച്ച് സംസാരിച്ച കേന്ദ്രമന്ത്രി മുംബൈയുടെ സമുദ്ര ചരിത്രം സമ്പന്നവും നമ്മുടെ നാഗരികതയുടെ അഭിവാജ്യ ഘടകവുമാണെന്നും പറഞ്ഞു. പുതിയ ക്രൂയിസ് ടെർമിനൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി യാത്രക്കാർക്ക് മികച്ചതും സുരക്ഷിതവുമായ യാത്രാ അനുഭവം ഉറപ്പാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ക്രൂയിസ് ഭാരത് മിഷന്റെ കാഴ്ചപ്പാടും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. തുറമുഖം കേന്ദ്രീകരിച്ചുള്ള അഭിവൃദ്ധിക്കായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം നമ്മുടെ സമുദ്ര അഭിലാഷങ്ങളെ പുനർനിർവചിച്ചതായും ക്രൂയിസ് ഭാരത് മിഷനിലൂടെ ഇന്ത്യയെ ലോകത്തെ ഏറ്റവും മികച്ച ക്രൂയിസ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സമുദ്ര തുറമുഖ ക്രൂയിസുകൾ, നദി, ഉൾനാടൻ ക്രൂയിസുകൾ, ദ്വീപ്, ലൈറ്റ് ഹൌസ് ക്രൂയിസുകൾ എന്നിങ്ങനെ 3 തൂണുകളെ ഈ ദൗത്യം ഉൾക്കൊള്ളുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിൽ ഇന്ത്യയുടെ സമുദ്രമേഖല അത്ഭുതകരമായ ഒരു പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു. ഈ അവസരത്തിൽ സംസാരിച്ച കേന്ദ്ര സഹമന്ത്രി ശാന്തനു താക്കൂർ പറഞ്ഞു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുസ്ഥിരവും ഊർജ്ജസ്വലവും ടൂറിസം നയിക്കുന്ന ഒരു സമുദ്ര സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിലെ ഒരു പരിവർത്തനാത്മക ചുവടുവയ്പ്പാണ് പുതിയ ക്രൂയിസ് ടെർമിനലെന്നും ഈ ശ്രമങ്ങൾ തീരദേശ ടൂറിസത്തെയും നഗര നവീകരണത്തെയും ഉത്തേജിപ്പിക്കുന്നതോടൊപ്പം ആഗോളതലത്തിൽ ഇന്ത്യയുടെ നേതൃത്വത്തെ ശക്തിപ്പെടുത്തുന്നതായും അഭിപ്രായപ്പെട്ടു. 2014 മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സമുദ്രമേഖലയിൽ പരിവർത്തനത്തിന് കാരണമായി. പ്രധാന തുറമുഖ ചരക്കുകളിൽ കൈകാര്യം ചെയ്തിരുന്ന ചരക്ക് 2014 556 MMTയിൽ നിന്ന് 2024-25 വർഷത്തിൽ 854 MMT ആയി ഉയർന്നു. അതേസമയം തീരദേശ ചരക്ക് 119% വർദ്ധിച്ചു. ഉൾനാടൻ ജലചരക്ക് 6.89 MMTയിൽ നിന്ന് 133 MMT ആയി ഉയർന്നു. 1800% കുതിച്ചുചാട്ടം. 2014 85,000 ക്രൂയിസ് യാത്രക്കാരുടെ എണ്ണം ഇന്ന് 4.71 ലക്ഷമായി വർദ്ധിച്ചു. 454% അഭൂതപൂർവമായ വളർച്ച. 10 അന്താരാഷ്ട്ര കടൽ ക്രൂയിസ് ടെർമിനലുകളുടെ വികസനം, 100 നദീ ക്രൂയിസ് ടെർമിനലുകളുടെ സൃഷ്ടി, നമ്മുടെ തീരത്ത് 5 മറീനുകൾ ആരംഭിക്കൽ, 5000 കിലോമീറ്ററിലധികം ജലപാതകളുടെ തടസ്സമില്ലാത്ത സംയോജനം, 2029 ആകുമ്പോഴേക്കും 10 ലക്ഷം കടൽ ക്രൂയിസ് യാത്രക്കാരെയും 15 ലക്ഷം നദീ ക്രൂയിസ് യാത്രക്കാരെയും ലക്ഷ്യം വെക്കുക, ക്രൂയിസ് മൂല്യ ശൃംഖലയിലുടനീളം 4 ലക്ഷത്തിലധികം നേരിട്ടുള്ള പരോക്ഷ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ തുടങ്ങിയ അഭിലഷണീയവും എന്നാൽ കൈവരിക്കാവുന്നതുമായ ലക്ഷ്യങ്ങൾ ക്രൂയിസ് ഭാരത് മിഷനുണ്ട്. ഇന്ത്യയുടെ ക്രൂയിസ് ടൂറിസം ഒരു വാഗ്ദാനമായ ഗതി രൂപപ്പെടുത്തുന്നു. ക്രൂയിസ് ഭാരത് മിഷൻ, മാരിടൈം ഇന്ത്യ വിഷൻ 2030 തുടങ്ങിയ പ്രധാന സംരംഭങ്ങളിലൂടെ ഇന്ത്യയെ ഒരു ആഗോള ക്രൂയിസ് ഡെസ്റ്റിനേഷനായി സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ശക്തമായ അടിത്തറയിടുകയാണ്. കേരളത്തിലെ ശാന്തമായ കായലുകൾ മുതൽ ഗംഗ, യമുന, ബ്രഹ്മപുത്ര എന്നിവയുടെ നിർമ്മലമായ വിസ്തൃതികൾ വരെ ക്രൂയിസ് ടൂറിസം പുതിയ സാമ്പത്തിക സാധ്യതകൾ തുറക്കുക മാത്രമല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുകയും അവബോധം വളരുകയും ചെയ്യുമ്പോൾ ക്രൂയിസ് ടൂറിസം ഇന്ത്യയുടെ യാത്ര, ടൂറിസം, ഭൂപ്രകൃതിയുടെ നിർവചന സ്തംഭമായി മാറും. ഇന്ത്യയെ വീണ്ടും കണ്ടെത്താൻ ലോകത്തെ ക്ഷണിക്കും. വളരുന്ന ഇന്ത്യ സൗദി അറേബ്യ ബന്ധത്തെ കൂടുതൽ സുദൃഢമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനം. ഇന്ത്യ സൗദി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ജിദ്ദയിലെത്തിയ പ്രധാനമന്ത്രിക്ക് രാജകീയ വരവേൽപ്പ് നൽകി സൗദി ഭരണകൂടം. ഔദ്യോഗിക ചർച്ചകൾക്ക് പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൗദി അറേബ്യൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിൽ യോഗത്തിന് സംയുക്ത അധ്യക്ഷത വഹിച്ചു. ഊർജ്ജം, പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നീ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ദീർഘകാലമായി ഇന്ത്യയുമായി ശക്തവും ചരിത്രപരവുമായ ബന്ധമാണ് സൗദി അറേബ്യയ്ക്കുള്ളത്. ഈ ഉഭയകക്ഷി ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി സന്ദർശനം. പ്രധാനമന്ത്രിയുടെ 3ാമത്തെ സൗദി സന്ദർശനമാണിത്.
സൗദി കിരീടാവകാശിയുടെ ക്ഷണപ്രകാരമായിരുന്നു പ്രധാനമന്ത്രി ജിദ്ദയിലെത്തിയത്. നരേന്ദ്രമോദിക്ക് സൗദിയുടെ വ്യോമാതിർത്തിയിൽ തന്നെ ഭരണകൂടം വൻ സ്വീകരണം ഒരുക്കിയിരുന്നു. സൗദി യുദ്ധവിമാനങ്ങൾ പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് അകമ്പടി നൽകിയത് ലോകശ്രദ്ധ നേടി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും അടയാളമായാണ് ഈ അപൂർവ കാഴ്ച വിലയിരുത്തപ്പെടുന്നത്. ജിദ്ദയിലെ രാജകൊട്ടാരത്തിൽ സൗദി അറേബ്യൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആചാരപരമായ സ്വീകരണം നൽകി. ശ്രീ നരേന്ദ്രമോദിയും സൗദി അറേബ്യൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും ഔദ്യോഗിക ചർച്ചകൾ നടത്തി. ഇന്ത്യ സൗദി അറേബ്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിലിന്റെ 2ാം യോഗത്തിൽ ഇരു നേതാക്കളും ഒന്നിച്ച് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. 2023 സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിന് ശേഷം സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിലിനു കീഴിലുള്ള പുരോഗതി നേതാക്കൾ അവലോകനം ചെയ്തു. ഊർജം, പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, സംസ്കാരം തുടങ്ങിയ വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നിക്ഷേപത്തിനായുള്ള ഉന്നതതല ദൗത്യസംഘത്തിന്റെ ചർച്ചകളിലെ പുരോഗതിയെ ഇരു നേതാക്കളും അഭിനന്ദിച്ചു. വിവിധ മേഖലകളിലായി $100 ബില്യൺ അമേരിക്കൻ ഇന്ത്യയിൽ നിക്ഷേപിക്കാനുള്ള സൗദി അറേബ്യയുടെ മുൻകാല പ്രതിജ്ഞാബദ്ധതയെ അടിസ്ഥാനമാക്കി ദൗത്യസംഘം ധാരണയിൽ എത്തിച്ചേർന്നതിനെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തു. ഇന്ത്യയിൽ 2 എണ്ണ ശുദ്ധീകരണശാലകൾ സ്ഥാപിക്കുന്നതിൽ സഹകരിക്കാനുള്ള കരാറിനെ അവർ പ്രത്യേകം സ്വാഗതം ചെയ്തു. നികുതി പോലുള്ള മേഖലകളിൽ ഉന്നതതല ദൗത്യസംഘം കൈവരിച്ച പുരോഗതി ഭാവിയിൽ കൂടുതൽ നിക്ഷേപ സഹകരണത്തിന് ഒരു പ്രധാന വഴിത്തിരിവായി യോഗം വിലയിരുത്തി. സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളും പണമിടപാട് സംവിധാനങ്ങൾ കൂട്ടിയിണക്കാനും പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്താനും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയിലെ പുരോഗതി, പ്രത്യേകിച്ച് ഇരു രാജ്യങ്ങളും ഏറ്റെടുക്കുന്ന ഉഭയകക്ഷി സമ്പർക്ക സൗകര്യ സംരംഭങ്ങൾ എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സൗദി അറേബ്യയുടെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി ഇന്ത്യ മാറിയതോടെ സമീപ വർഷങ്ങളിൽ ഉഭയകക്ഷി വ്യാപാരത്തിലെ സ്ഥിരമായ വളർച്ചയിൽ ഇരുപക്ഷവും സംതൃപ്തി പ്രകടിപ്പിച്ചു. 2023-24 ഇന്ത്യയുടെ 5ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് സൗദി അറേബ്യ. ഇരുപക്ഷവും തങ്ങളുടെ ഉഭയകക്ഷി വ്യാപാരം വൈവിധ്യവൽക്കരിക്കാനുള്ള സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ബിസിനസ്, വ്യാപാര പ്രതിനിധി സംഘങ്ങളുടെ സന്ദർശനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതിന്റെയും വ്യാപാര, നിക്ഷേപ പരിപാടികൾ നടത്തേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഇരു കൂട്ടരും ചർച്ച ചെയ്തു. ഇന്ത്യ GCC സ്വതന്ത്ര വ്യാപാര കരാറിൽ ചർച്ചകൾ ആരംഭിക്കാനുള്ള ആഗ്രഹം രണ്ടുപേരും ആവർത്തിച്ചു. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും അവർ അഭിപ്രായങ്ങൾ കൈമാറി. സൗദിയിൽ താമസിക്കുന്ന ഏകദേശം 2.7 ദശലക്ഷം ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമം തുടർച്ചയായി ഉറപ്പുവരുത്തുന്നതിൽ സൗദി ഭരണകൂടത്തോട് ഇന്ത്യ നന്ദി അറിയിച്ചു. ഹജ്ജ്, ഉംറ തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കുന്നതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മികച്ച ഏകോപനത്തിന് ഇന്ത്യ സൗദിയെ അഭിനന്ദിച്ചു. ഇന്റർനാഷണൽ സോളാർ അലയൻസ്, വൺ സൺ, വൺ വേൾഡ്, വൺ ഗ്രിഡ്, കോയലീഷൻ ഓഫ് ഡിസാസ്റ്റർ റെസിലന്റ് ഇൻഫ്രാസ്ട്രക്ചർ, മിഷൻ ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ്, ഗ്ലോബൽ ഗ്രീൻ ക്രെഡിറ്റ് ഇനീഷ്യേറ്റീവ് തുടങ്ങിയ സംരംഭങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ആഗോള കാലാവസ്ഥാ പ്രവർത്തനത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളെ സൗദി അറേബ്യ അഭിനന്ദിച്ചു. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട സൗദിയുടെ ശ്രമങ്ങൾക്ക് ഇന്ത്യ പിന്തുണ അറിയിച്ചു. സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിലിന് കീഴിലുള്ള മന്ത്രിതല സമിതികളായ രാഷ്ട്രീയ സുരക്ഷാ, സാമൂഹ്യ, സാംസ്കാരിക സഹകരണ സമിതിയുടെയും സാമ്പത്തിക നിക്ഷേപ സമിതിയുടെയും പ്രവർത്തനങ്ങളിൽ ഇരു നേതാക്കളും സംതൃപ്തി പ്രകടിപ്പിച്ചു. SPCക്ക് കീഴിൽ ടൂറിസത്തിനും സാംസ്കാരിക സഹകരണത്തിനുമായി ഒരു പുതിയ മന്ത്രിതല സമിതി രൂപീകരിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. പ്രതിരോധ പങ്കാളിത്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിന് പ്രതിരോധ സഹകരണത്തിനുള്ള മന്ത്രിതല സമിതി സ്ഥാപിക്കാൻ നേതാക്കൾ തമ്മിൽ ധാരണയിലെത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ ബഹിരാകാശം, ആരോഗ്യം, കായികം, തപാൽ സഹകരണം എന്നീ മേഖലകളിലെ 4 ഉഭയകക്ഷി ധാരണാപത്രങ്ങളിലും കരാറുകളിലും ഒപ്പുവച്ചു. SPCയുടെ 3ാം യോഗത്തിനായി ഇന്ത്യ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു. ജിദ്ദയിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. സൗദി അറേബ്യയുടെ 2ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. അതേസമയം സൗദി അറേബ്യ ഇന്ത്യയുടെ 5ാമത്തെ വലിയ വ്യാപാര പങ്കാളിയും. രാഷ്ട്രീയ, സാമ്പത്തിക, വാണിജ്യ മേഖലകളിൽ ഇരു രാജ്യങ്ങൾക്കും തന്ത്രപരമായ പങ്കാളിത്തം കൈവരിക്കാനും സുസ്ഥിര സഹകരണം കൂടുതൽ വിപുലമാക്കാനും പ്രധാനമന്ത്രിയുടെ സൗദി സന്ദർശനം സഹായകമായി.
ഏഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള രണ്ട് ശക്തികൾ കൂടുതൽ അടുക്കുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മാത്രമല്ല, മറിച്ച് മേഖലയിൽ തന്നെ അത് പുതിയൊരു ഉണർവേകുമെന്നുറപ്പാണ്. രാജ്യത്തെ സ്റ്റീൽ മേഖലയിലെ അവസരങ്ങളെയും നവീകരണത്തെയും ചർച്ചയാക്കി സ്റ്റീൽ ഇന്ത്യ 2025. വികസിത ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സ്റ്റീൽ മേഖലയുടെ പങ്ക് എടുത്തുകാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ സ്റ്റീൽ 2025 അഭിസംബോധന ചെയ്തു. ആധുനിക സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലെന്നാണ് പ്രധാനമന്ത്രി ഉരുക്കിനെ വിശേഷിപ്പിച്ചത്. മുംബൈയിൽ സംഘടിപ്പിച്ച ദ്വിദിന പരിപാടി വ്യവസായ മേഖലയിൽ ഉടനീളമുള്ള പങ്കാളികളെ ഒരുമിച്ച് കൊണ്ടുവന്നു. ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഉരുക്കുൽപാദന രാജ്യമാണ് ഇന്ത്യ. ദേശീയ ഉരുക്ക് നയം പ്രകാരം 2030 ആകുമ്പോഴേക്കും 300 ദശലക്ഷം ടൺ ഉരുക്ക് ഉൽപ്പാദിപ്പിക്കാനാണ് രാജ്യം ലക്ഷ്യമിടുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ, നിർമ്മാണം, ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളെ പിന്തുണയ്ക്കുന്ന നിർണായക വ്യവസായമാണ് സ്റ്റീൽ. സ്റ്റീൽ മേഖലയിലെ പ്രമുഖ ദ്വാർഷിക അന്താരാഷ്ട്ര പ്രദർശന സമ്മേളനമായ ഇന്ത്യ സ്റ്റീലിന്റെ 6ാമത് പതിപ്പ് മുംബൈയിൽ നടന്നു. സ്റ്റീൽ മന്ത്രാലയം സംഘടിപ്പിച്ച ഇന്ത്യ സ്റ്റീൽ 2025 സ്റ്റീൽ ഉൽപ്പാദനത്തിലെ സുസ്ഥിരത, മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയിലെ പ്രതിരോധശേഷി, മത്സരശേഷി ഇവ വർദ്ധിപ്പിക്കുന്നതിൽ നവീകരണത്തിന്റെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെയും പങ്ക് തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ആഗോള പങ്കാളികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. കേന്ദ്രമന്ത്രിമാരും 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഈ മാസം 24-ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉരുക്കിനെ സൂര്യോദയ മേഖല എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി വികസനത്തിന്റെ നട്ടെല്ലായ സ്റ്റീലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പുതിയ പ്രക്രിയകൾ സ്വീകരിക്കേണ്ടതിന്റെയും നവീകരണം ഏറ്റെടുക്കേണ്ടതിന്റെയും കൽക്കരിയിൽ ഇറക്കുമതി പകരക്കാരെ പരിഗണിക്കേണ്ടതിന്റെയും ആവശ്യകതയ്ക്ക് അടിവരയിട്ടു. അമ്പരചുംബികളായ കെട്ടിടങ്ങളാലും ഷിപ്പിംഗ് കൊണ്ടും ഹൈവേകളാലും അതിവേഗ റെയിൽവേ കൊണ്ടും സ്മാർട്ട് സിറ്റികളാലും വ്യാവസായിക ഇടനാഴികളാലും എല്ലാ വിജയഗാഥകൾക്കു പിന്നിലെ ശക്തി ഉരുക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി മാറുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുകയാണ്. ഈ ദൗത്യം കൈവരിക്കുന്നതിൽ ഉരുക്ക് മേഖല ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ 98 കിലോഗ്രാമായുള്ള പ്രതിശീർഷ സ്റ്റീൽ ഉപയോഗം 2030 ആകുമ്പോഴേക്കും 160 കിലോഗ്രാമായി ഉയരുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അസംസ്കൃത വസ്തുക്കൾ സുരക്ഷിതമാക്കുന്നതിനായി രാജ്യം ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ഉരുക്കുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കാത്ത ഗ്രീൻഫീൽഡ് ഖനികളിൽ നിന്ന് ഇരുമ്പയിര് വേർതിരിക്കാൻ തുടങ്ങണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. स्टील की भूमिका दुनिया की आधुनिक अर्थव्यवस्थाओं में स्केलेटन की तरह रही है. स्काई स्क्रैपर्स हो या शिपिंग, हाईवेज हो या हाई स्पीड रेल, स्मार्ट सिटी हो या इंडस्ट्रियल कॉरिडोर, हर सक्सेस स्टोरी के पीछे स्टील की ताकत है. आज भारत $5 ट्रिलियन इकोनॉमी के संकल्प को सिद्ध करने में जुटा है. इस लक्ष्य को साधने में स्टील सेक्टर की भी भूमिका कम नहीं है. हमें गर्व है कि आज भारत दुनिया का दूसरा सबसे बड़ा स्टील उत्पादक बन चुका है. हमने नेशनल स्टील पॉलिसी के तहत 2030 तक 300 मिलियन टन स्टील उत्पादन का लक्ष्य तय किया है. आज हमारी प्रति व्यक्ति स्टील की खपत लगभग 98 किलोग्राम है और ये भी बढ़कर 2030 तक 160 किलोग्राम हो जाने की संभावना है. स्टील का ये बढ़ता कंजम्पशन देश के इंफ्रा और इकोनॉमी के लिए गोल्डन स्टैंडर्ड का काम करता है. ഉരുക്ക് മേഖലയുടെ വ്യാപ്തി വികസിപ്പിക്കുന്നതിൽ PM ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ, ദേശീയ അടിസ്ഥാന സൗകര്യ പൈപ്പ് ലൈൻ തുടങ്ങിയ സംരംഭങ്ങളുടെ പ്രാധാന്യം അർഹിക്കുന്നു.
ഉരുക്ക് വ്യവസായത്തിന്റെ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കിഴക്കൻ ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലാണ്. പൊതുപദ്ധതികളിൽ ഇന്ത്യ നിർമ്മിച്ച സ്റ്റീൽ ഉപയോഗിക്കണമെന്ന് സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ടെന്നും പൊതുമേഖലാ സംരംഭങ്ങൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉപയോഗിക്കുന്നവരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഉയർന്ന നിലവാരമുള്ള സ്റ്റീൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഇന്ത്യയുടെ യാത്രയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലും ചന്ദ്രയാൻ ദൗത്യത്തിലും ഉപയോഗിച്ച ഉരുക്ക് തദ്ദേശീയമായി നിർമ്മിച്ചതിൽ അഭിമാനിക്കുന്നുണ്ടെന്നും പറഞ്ഞു. ഉയർന്ന നിലവാരമുള്ള ഉരുക്ക് നിർമ്മാണത്തെ പിന്തുണച്ചതിന് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയെ അദ്ദേഹം പ്രശംസിച്ചു. अभी हम 25 मिलियन टन स्टील के एक्सपोर्ट का लक्ष्य लेकर चल रहे हैं. हम 2047 तक अपनी क्षमता 500 मिलियन टन तक पहुंचाने के लिए भी काम कर रहे हैं. लेकिन इसके लिए जरूरी है कि हमारा स्टील सेक्टर न्यू प्रोसेसेस, न्यू ग्रेड्स और न्यू स्केल के लिए तैयार हो. हमें भविष्य को ध्यान में रखकर एक्सपांड और अपग्रेड करना होगा. हमें अभी से फ्यूचर रेडी बनना होगा. स्टील इंडस्ट्री के इस ग्रोथ पोटेंशियल में एम्प्लॉयमेंट जनरेशन की, रोजगार के अवसर की अनंत संभावनाएं हैं. मैं प्राइवेट और पब्लिक सेक्टर दोनों से आह्वान करता हूं, आप नए आइडिया डेवलप करें, उन्हें नर्चर करें और शेयर करें. मैन्युफैक्चरिंग में, R&D में, टेक्नोलॉजी अपग्रेड में हमें मिलकर आगे बढ़ना है. देश के युवाओं के लिए ज्यादा से ज्यादा रोजगार के नए अवसर बनाने हैं. അതോടൊപ്പം തന്നെ പുനരുപയോഗം, ഉപോൽപ്പന്ന ഉപയോഗം എന്നിവ ഉരുക്ക് വ്യവസായത്തിന്റെ ഭാവി നിർവചിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2047 ആകുമ്പോഴേക്കും സ്റ്റീൽ കയറ്റുമതി 25 ദശലക്ഷം ടണ്ണായി ഉയർത്താനും ഉൽപാദനശേഷി 500 ദശലക്ഷം ടണ്ണായി ഉയർത്താനും രാജ്യം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര വളർച്ചയെക്കുറിച്ച് മാത്രമല്ല, ഈ മേഖലയിലെ ആഗോള നേതൃത്വത്തെക്കുറിച്ചും ഇന്ത്യ ചിന്തിക്കുന്നു. ഉയർന്ന ഗ്രേഡ് ഉരുക്കിന്റെ വിശ്വസനീയ വിതരണക്കാരനായാണ് ലോകം ഇന്ത്യയെ കാണുന്നത്. രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുള്ളതിനാൽ ഉരുക്ക് മേഖല സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രധാനമാണ്. 2013 ആരംഭിച്ചതു മുതൽ ഇന്ത്യ സ്റ്റീൽ എക്സ്പോ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും പ്രദർശിപ്പിക്കുന്നതിനും തന്ത്രപരമായ വ്യവസായ സംവാദങ്ങൾ വളർത്തുന്നതിനും ആഗോള നെറ്റ്വർക്കിംഗ് സാധ്യമാക്കുന്നതിനുമുള്ള ഒരു മുൻനിര വേദിയായി വളർന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.